കോട്ടയത്ത് മുന്നിലവിലെ കടവുപുഴ പാലം തകർന്ന് 3 കൊല്ലം കഴിഞ്ഞിട്ടും പാലം നിർമ്മിക്കാൻ അധികാരികൾ തയ്യാറായില്ല എന്ന് പ്രദേശവാസികൾ പരാതി പറയുന്നു. 2021 പ്രളയകാലത്ത് മലവെള്ളപ്പാച്ചിൽ തൂണുകൾ തകർന്ന പാലം ഇപ്പോഴും അതേപടി തന്നെ അവിടെ കിടക്കുകയാണ്. പുനർനിർമ്മാണത്തിൽ രാഷ്ട്രീയവും കലർന്നതോടെ ജീവൻ പണയപ്പെടുത്തി പാലം കടക്കുകയാണിപ്പോൾ നാട്ടുകാർ. രാഷ്ട്രീയ പ്രവർത്തകരിൽ പല ആളുകളും പാലം കടക്കുവോളം എന്ന ചിന്തയിലും. 2021 ഒക്ടോബറിൽ ശക്തമായ മഴയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിലാണ് പാലം തകർന്നത്. ഒരു തൂൺ വശത്തേക്ക് ഇളകി മാറിയതോടെ പാലത്തിന്റെ നടുവൊടിഞ്ഞു. 3 വർഷം പിന്നിട്ടെങ്കിലും പാലത്തിന്റെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല. മാണി സി കാപ്പൻ MLA 4 കോടിയോളം രൂപ അനുവദിച്ചെങ്കിലും പണികളൊന്നും നടന്നില്ല. MLA ഫണ്ട് ഒരു പദ്ധതിക്കായി മാത്രം ചെലവഴിക്കാനാകില്ലെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിനു പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നും ആരോപണമുണ്ട്. പാലം നിർമ്മാണത്തിന് നടപടി ആവശ്യപ്പെട്ട് MLA അടക്കം ഇവിടെ സമരവും നടത്തിയിരുന്നു. തുടർന്നുണ്ടായ വർഷത്തെ മഴക്കെടുതിയിൽ സ്ഥലം സന്ദർശിച്ച മന്ത്രി VN വാസവൻ 3 കോടി രൂപയും പ്രഖ്യാപിച്ചിരുന്നു. എന്നിട്ടും ഒന്നും നടന്നില്ല. എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇതിലൂടെ കടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു 8-10 കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. ഇത് MLAയ്ക്കും എല്ലാവർക്കും MP മാർക്കും എല്ലാവർക്കും ഇതിന് നിവേദനം കൊടുത്തു. ആരും ഇതിന് തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു വണ്ടി വിളിച്ചാൽ പോലും വരികയല്ല. കാരണം പിന്നെ ഈ പാലം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് കടവഴയ്ക്ക് എന്തെങ്കിലും ആവശ്യത്തിന് കൊണ്ടുപോകണം ഇങ്ങനെ നടന്നു വേണം എടുക്കണം. ഭയങ്കര ദുരിതങ്ങളാണ്. 2-3 കിലോമീറ്ററോളം നടക്കണ്ടേ. മൂന്നിലവ് പഞ്ചായത്തിലെ 4 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പാലം ഇടുക്കിയിലേക്കുള്ള മാർഗം കൂടിയാണ്. പുതിയ അധ്യയന വർഷം സ്കൂളുകളിലേക്ക് പോകാൻ കിലോമീറ്ററുകൾ ചുറ്റി മറ്റ് വഴികൾ തേടുകയാണ് വിദ്യാർത്ഥികൾ. ചെറിയ വാഹനങ്ങൾ പാലം വഴി കടന്നു പോകുന്നുണ്ടെങ്കിലും പാലം പഴയതിലും അപകടാവസ്ഥയിലാണ്. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ പാലം തകർന്നാൽ നടപ്പുവഴി കൂടി ഇവിടുത്തെ ആളുകൾക്കില്ലാതാകും. 1-2 ആളുകളുടെയല്ല, ഒരു നാടിന്റെ മുഴുവൻ ആവശ്യമാണ് ഈ പാലം നന്നാക്കണമെന്നത്. MLAയും മന്ത്രിയും പണം നൽകിയിട്ടും എന്തുകൊണ്ട് പാലം പണിയുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഉദ്യോഗസ്ഥർ തന്നെയാണ്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. യൂട്യൂബ് സന്ദേശം ഐശ്വര്യ പറയുന്നത് SK എൻ്റെ അച്ഛൻ ഹെപ്പറ്റൈറ്റിസ് B പേഷ്യൻ്റാണ്. നെഗറ്റീവായിട്ടതിന് ശേഷം വാക്സിൻ എടുക്കാൻ ഡോക്ടർ പറഞ്ഞു. പക്ഷേ വാക്സിൻ നാട്ടിലെങ്ങും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഈ കാര്യം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ ശ്രദ്ധയിൽ ഇക്കാര്യം നമ്മൾ കൊണ്ടുവരുന്നു.